ഹായ്, എസ് പി ഉള്ളവരാണ്. നടൻ പ്രകാശ് രാജിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ബാംഗ്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ കുറേ കാലമായി വോട്ടറായിരുന്ന പ്രകാശ് രാജിനെ നമ്മുടെ ഡൽഹി സതീശൻ വോട്ടർ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഡൽഹി സതീശൻ കരുതുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യർ അധികാരത്തിലിരിക്കുന്ന ചക്രവർത്തിയെ കണ്ട് ഭയന്നു പോകുന്നു. പക്ഷേ അതിന് പ്രകാശ് രാജ് കൊടുത്തൊരു മറുപടിയുടെ ഒരു ചെറിയ ലൈറ്റ് വേർഷൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കണ്ടേ. My dear friend, from our power of bringing you down, just asking. Bye. കേട്ടല്ലോ, അതിൽ തഗ്ഗായിട്ട് പഞ്ചായിട്ട് കൊടുത്ത മറുപടി ഉണ്ട്. നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റാൻ കഴിയും, പക്ഷേ അതിലൂടെ നിങ്ങളെ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരിഞ്ച് ബാക്കാക്കാൻ നിങ്ങൾ കഴിയില്ല. അത് വ്യക്തിയുടെ ഉള്ളിലെ പോരാട്ട വീര്യമാണ്. കാരണം ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ശാഖാ ട്രെയിനിങ് കഴിഞ്ഞ് അടിമ മനോഭാവത്തിൽ പുറത്തിറങ്ങുന്നവരല്ല. നല്ല ഉറച്ച നിലപാടുള്ളവർ, ചില വിഷയങ്ങളിലെല്ലാം ശരികേടുണ്ടെന്ന് തോന്നിയാൽ അതിനെതിരെ പ്രതികരിക്കാനും ശക്തമായി നിലകൊള്ളാനും ശേഷിയുള്ളവരാണ് ഈ നാട്ടിലെ സംഘീയ അടിമകളല്ലാത്ത ചെറുപ്പക്കാർ. അതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കേണ്ട ഗതികേടിലേക്ക് വന്നത്. അതിനുശേഷം മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഡൽഹി സതീശൻ നേരെ ഫോണിനകത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ, അതിനെയും കൂടി ട്രോളിക്കൊണ്ട് പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം, അതായത് ബംഗളൂരുവിലെ മണ്ഡലത്തിൽ നേരത്തെ MP ആയിട്ട് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ആരൊക്കെയാണോ ഡൽഹി സതീശനെ താഴെ ഇറക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നവർ അവരുടെയെല്ലാം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അവരെ ശബ്ദമില്ലാതാക്കാം, അവരുടെ വോട്ടില്ലാതാക്കിക്കൊണ്ട് എനിക്ക് നിലനിൽക്കാമെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രകാശ് രാജിൻ്റെ ഈ മറുപടി ഹീറോയിസ്റ്റിക്കായി മാറുന്നു. Dear friends, Satyu, I want to share a joke with you. I am one of the 65 lakh voters whose vote right has been deleted from Bangalore constituency after SIR. Nice joke, no? I was born in this constituency. I lived in this constituency. I had my schooling, college, theatre. And for your kind information, I was an MP candidate of this constituency too. Well, the joke is nice. Game on. Let me see what is the process I have to go through. क्या कागज दिखाना पड़ेगा to get back my voter ID. Well, game on. But one little word. My friend, you can use your powers to deny few of the citizens the right to vote who may not elect you. But can you stop us, my dear friend, from our power of bringing you down? Just asking. Bye. കൃത്യം, വ്യക്തം, താക്കീത്. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലർക്ക് കൊടുക്കാനുള്ള മറുപടി. നിങ്ങൾ എത്രത്തോളം നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും, എത്രത്തോളം ഈ രാജ്യത്തെ ഒരു സിറ്റിസണിനെ അവൻ്റെ അവകാശങ്ങൾ റദ്ദാക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളും, പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നവരെല്ലാം നിങ്ങൾ ചാപ്പകുത്തി രാജ്യദ്രോഹിയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സിറ്റിസൺ എന്ന അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാലും അവർ ഒരിഞ്ച് ബാക്കിലോട്ട് പോകില്ല. ശക്തമായിട്ടും നിങ്ങളെ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിൽ നിരന്തരം വ്യാപൃതരായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അക്കാര്യം ഒളിച്ചല്ല, രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൽഹി സതീശൻ്റെ അടുത്ത സ്റ്റെപ്പ് തുടരാം. അയാളുടേതായ വഴിയിൽ തൻ്റെ പേര് വെട്ടിയതിനെതിരെ ശക്തമായ പോരാട്ടവുമായി രംഗത്തിറങ്ങുകയാണ്. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞ് കാണിക്കും.